അപ്പം ഗായ്സ്, ഇതാണ് ശിരൂർ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് മണ്ണിടിച്ചിലിൽ നമ്മുടെ സഹോദരൻ അർജുനൻ, അപ്പോൾ മലയാളികൾ ഒന്നടങ്കം പ്രാർത്ഥിച്ച നമ്മുടെ അർജുനൻ മൺമറഞ്ഞ സ്ഥലം. കാരണം ഒത്തിരി ഡ്രൈവേഴ്സൊക്കെ ഇതിൽ പോകുമ്പം ഇങ്ങനെ കൈ തൊട്ട് കൂപ്പുന്നതൊക്കെ കണ്ടുവിടുന്നു. അപ്പം അതിൻ്റെ തീവ്രത എത്രയുണ്ടെന്ന് അത് നേരിട്ട് കാണുമ്പോൾ ശരിക്കും മനസ്സിലാകുന്നു. ഗായ്സ്, ഒരു 11-11:30 ആയപ്പം വീണ്ടും നമുക്ക് വിശന്നിട്ടുണ്ട്. അല്ല, അടിപൊളി ക്യാരറ്റുകൾ കേട്ടോ. ഫസ്റ്റ് അത് കഴിച്ചു. പിന്നെ ഒരു സെറ്റ് പൂരി ഭാജി ഓർഡർ ചെയ്തിട്ടുണ്ട്. തൽക്കാലം 1-2 മണിക്കൂറേക്ക് ഒരു വിശപ്പടക്കണം. നെക്സ്റ്റ് മംഗലാപുരത്തിൽ കഴിക്കാനാണ് പ്ലാൻ കേട്ടോ. ആക്ച്വലി भाई क्या भाई? मडके सोडा. हाँ, इसमें बना क्या देते हैं? सोडा. कौन सा सोडा? मडके सोडा. एशिया में कोई. अच्छा, ये जगह का नाम क्या है? 1 मिनट. मरवंते बीच. ഇതാണ് വരുന്നത് ഗായ്സ്, മറുവന്തെ ബീച്ച്. നമ്മൾ ഗോവയിൽ നിന്ന് വരുമ്പം ഹൈവേയിൽ തന്നെ ഉള്ള ഒരു ബീച്ചാണ്. അവൾ തലശ്ശേരിയിൽ ഇങ്ങനെ കാണാറുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ ബാക്കിലത്തും പിന്നെ ഇവിടെ കാണുന്നത്. അങ്ങനെ ബോസ്, അങ്ങനത്തെ ഈ ബീച്ചിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് ഇവിടെയാണ് നേരത്തെ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ഹോട്ടലിലാണ്. അവിടുന്ന് ഒരു കാലട്ടർ പാർസൽ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗോവയിലേക്ക് പോകുന്ന സമയത്ത് ഈ ബീച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് വണ്ടിയിലെല്ലാവരും ഉറങ്ങുന്നത് കൊണ്ട് പിന്നെ ഞാൻ നിർത്തിയതുമില്ല. പിന്നെ എയർപോർട്ടിൻ്റെ സമയം ലേറ്റ് ആവുണ്ടല്ലോ, അവർക്ക് പോകേണ്ടതല്ലേ. അങ്ങനെയാണ് തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഇറങ്ങിയത്. ഒരു ഉച്ച സമയത്തായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരൊന്നുമില്ല. കുറേ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടെന്നല്ലാതെ വേറെ കാര്യമായിട്ട് വിസിറ്റേഴ്സ് കാര്യങ്ങൾ ആരുമില്ല. പക്ഷേ രാത്രിയൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് അവിടെയുള്ള ജ്യൂസ് കടക്കാരൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ ബീച്ചിൻ്റെ ദൂരവും വരുന്നത്. റെയിൽവേ സ്റ്റേഷൻ റോഡാണെന്ന് തോന്നുന്നത്. റെയിൽവേ സ്റ്റേഷൻ റോഡ്. നമ്മൾ ആക്ച്വലി തിങ്കളാഴ്ച രാത്രിയാണ് നാട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി പ്ലാൻ ചെയ്തത്. പക്ഷേ സാറ്റർഡേ നൈറ്റാണ് എവിടെയിൽ നിന്ന് നമ്മുടെ ഗോവ. ഓക്കെ, അവിടെ രാത്രി അവിടുത്തെ റഷൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സാറ്റർഡേ ആണ്. അങ്ങനെ റൂം കിട്ടിയില്ല. ഓരോ റൂം നോക്കി ലാസ്റ്റ് മുമ്പോട്ട് പോയി 150 കിലോമീറ്റർ ഓടി. പിന്നെ നമ്മൾ രണ്ടാളും ഡീസൻ്റ് ആയതുകൊണ്ട് ഇന്നലെ രാത്രി കണ്ടപ്പം തന്നെ നമ്മൾ മനസ്സിലായി ബീച്ച് എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ രണ്ടാളും ഡീസൻ്റ് ആയതുകൊണ്ട് വിചാരിച്ചു ഇനി രാവിലെ പോയി കഴിഞ്ഞാലും അതൊക്കെ തന്നെയല്ലേ കാണണ്ടേ. എസ്കേപ്പായി സഫാദ് അടി. ഈ മാളിൽ ഞാൻ വന്നിടാ, ഇതാണോ വലിയ മാൾ? ഇടൊന്നുമില്ല, ഇത് ഇട മാൾ തന്നെയല്ലോ. അങ്ങനെ സഫാദ് റൂമിലെത്തി 2:30 സുന്നത്തെല്ലാം നിസ്കരിച്ച് തൗബ. അങ്ങനെ ഗായ്സ്, നമ്മൾ പിന്നെ വന്നത് ഫോറം ഫിസ മാൾ മാംഗ്ലൂർ കേട്ടോ. അപ്പോൾ അവിടുന്ന് നേരെ ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പോയത്. കാരണം സഫാദിൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ സഫാദ് ഒരു ചെരുപ്പ് വാങ്ങി. പിന്നെ എന്താ പറയുക, എനിക്കും ഒരെണ്ണം വാങ്ങാൻ തോന്നി, ഞാനും ഒരെണ്ണം വാങ്ങി. ഇതാണ് ഷോപ്പ്, സെൻട്രോ. അപ്പോൾ നല്ല 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 സെലക്ഷൻ ആയിരുന്നു കേട്ടോ. ആ ഷോപ്പിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഓർമ്മയുണ്ടായിരുന്നില്ല ആക്ച്വലി. അങ്ങനെ അവൻ ആ ചെരുപ്പിട്ട് ഇങ്ങനെ നടക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും എൻ്റെ ചെരുപ്പ് ഇവിടെ നിന്ന് തന്നെ ഉദ്ഘാടിക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ചെരുപ്പ് ഉദ്ഘാടിച്ചു. അപ്പോൾ ഗൈസ് പറയോ ഗൈസ്, എങ്ങനെയുണ്ട് എൻ്റെ ചെരുപ്പ്? എങ്ങനെയുണ്ട്? ആയിരുന്നോ നല്ലത്? നിങ്ങൾ പറയൂ ഗൈസ്, ആയിരുന്നാണ് നല്ല ചെരുപ്പ്? ഞാൻ എൻ്റെ പഴയത് ഞാൻ പാക്ക് ചെയ്തു. സൺഡേ ആയതുകൊണ്ട് തന്നെ മാൾക്ക് ഭയങ്കര റഷായിരുന്നു കേട്ടോ. പ്ലേ ഏരിയ ആണെങ്കിലും കുട്ടികളുടെ ഫുഡ് കോർട്ടാണെങ്കിലും നല്ല റഷാണ്. നമ്മൾ ഏകദേശം ഒരു 2:45 ആ ഒരു ടൈമാണ് അവിടെ എത്തിയത്. അങ്ങനെ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. അവരുടെ ഒരു കോംബോ ഇതാണ് ഞങ്ങൾ വാങ്ങിയത്. അതിൽ ഗാർലിക് ചിക്കൻ, പിന്നെ ടെൻഡർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ അവരുടെ പോപ്പീസിൻ്റെ ഒരു സിഗ്നേച്ചർ, അങ്ങനെ ഒരു കോംബോ ആയിട്ട്
കോഫീസിൻ്റെ സിഗ്നേച്ചർ ഇത് തണ്ടർ, പിന്നെ ഇതിൻ്റെ പേര് മറന്നുപോയി. ഗാർലിക്കാണ്. ബർബിക്കോ ഗാർലിക് 34. ഈ തണ്ടറും അടിപൊളിയാണ്. ഗാർലിക്കും മോശമില്ല, പക്ഷേ ഏറ്റവും സൂപ്പർ വേറെ സിഗ്നേച്ചർ. ഒരു മാസമായി പട്ടിണി നടക്കുന്നതിനെ കൊണ്ട് ഇന്നലെ മുതൽ കോള, മിറിൻഡ, ഫ്രൈഡ് ചിക്കൻ. സ്റ്റൈലി യൂണി അതുണ്ടാ ആകെ 300 സംതിങ്ങിൻ്റെ സാധനം എടുത്ത് പാക്കറ്റ് ഫ്രീ ആണ് കേട്ടോ. സപ്പോൾ അതാ എനിക്ക് പാക്കറ്റ് ഫ്രീ കിട്ടിയില്ലടാ, എനിക്കും കിട്ടീനാ. അടിപൊളി കളക്ഷൻസ് കേട്ടോ ഇവിടെ മംഗലാപുരം. മാളിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് ചെറുക്കലത്തുള്ള റപ്പീച്ചാസ് ചെറുമുറ അതും കൂടി കഴിച്ചിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് വിടാമെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അവിടെ ഭയങ്കര തിരക്കാന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടൊന്ന് വന്നിട്ട് പയ്യാൻ പറ്റില്ല അല്ല നോക്കാമല്ലോ. കോഴിക്കോടല്ല, കോഴിക്കോട് ബീച്ചിൽ വന്നിട്ടുണ്ടോ? എൻ്റെ പയ്യന്നൂർ കഴിഞ്ഞാൽ പഴയങ്ങാടി. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു ചെറുമുറും ഒരു ഓയിൽ മിൽക്കും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാതെ തിരക്കാട്ടോ ഇവിടെ. ഞാൻ ഇങ്ങനെന്നുള്ള വിചാരിച്ചു, ഞാൻ ഇത്ര ആളുണ്ടോ വിചാരിച്ചില്ല. നിങ്ങളെടുത്ത് തന്നെയാ? എൻ്റെ അമ്മോ ഒരു രക്ഷയില്ലാത്ത തിരക്കിട്ടോ ഇവിടെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം വണ്ടികളിലും ആ സൈഡിലൊക്കെ ഒരുപാട് സ്ത്രീകളും ഫാമിലിയൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്. 5-6 പേർക്ക് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഇത് ചെറുക്കലം ടൗണിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ 2 അവിൽ മിൽക്കും പിന്നെ ഒരു ചെറുമുറാണ്. അപ്പോൾ അവിൽ മിൽക്ക് നമുക്ക് രണ്ടാക്കും നന്നായി ഇഷ്ടമായി. പിന്നെ ചെറുമുറിങ്ങ കഴിച്ചിട്ട് നിങ്ങൾ തന്നെ അഭിപ്രായം പറ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ നാട്ടിലേക്കാണ്. രസമുണ്ടല്ലേ? ഗൈസ് ഫൈനലി നമുക്ക് കിട്ടി. എന്തൊരു തിരക്കാ നോക്കിയാ, ഫുള്ള് സ്ഥലമില്ല അവിടെ. അതിന് മാത്രമേ എന്താ ഇല്ലത്? പൊരിയിൽ മസാല സംതിങ് പെണ്ണുങ്ങൾക്കായാലും ഉണ്ടു. ഫൈനലി എന്തായാലും നമുക്ക് കിട്ടിയിരിക്കുന്നു. സഫ അത് തട്ടാണ് തുടങ്ങിയിട്ടുണ്ട്. ഞാനും തുടങ്ങിയിട്ട് അവർ മിൽക്ക് ഫസ്റ്റ് കിട്ടി. ഓക്കെയാണ്. സമയം എത്ര? 7:15. സമയം 7:15 റിപ്പിച്ച ലൈറ്റ് അടച്ചു. തിരക്കുണ്ട്, 1.5 തിരക്ക്, രക്ഷയില്ലാതെ തിരക്ക്. അടുക്കടുക്ക് കാല് ഇതാക്കല്ല, കാല് ഇതാക്കല്ല. ഓക്കെ, ഒരു മിനിറ്റ് ഇറങ്ങട്ടെ. ആര് എന്തിനാ കാരണേ? ഏകദേശം ഒരു 9:30 മണിക്ക് നാട്ടിലെത്തേണ്ട നമ്മൾ 11 മണിയായി എത്താൻ വേണ്ടിയിട്ട്. ചെറുക്കലത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് വഴിമാറിപ്പോയി. അപ്പോൾ അറിയാത്ത റൂട്ടിൽ മാക്സിമം എല്ലാവരും മാപ്പിട്ട് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സ്റ്റൈനാ
ആ അതാന്ന് ഗോവയിൽ നിന്ന് വിരിക്കൊണ്ട് ഞാൻ കൊണ്ടുവന്നത് വേറൊന്നുമില്ല